അപ്പോൾ ഇത് ഫയലിലെ അടുത്തൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പ്രോഗ്രാം ചോദിക്കുന്നതെന്ന് വെച്ചാൽ റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു മെർജ് കണ്ടന്റ് ഓഫ് ടു ഫയൽസ് ഇൻ ടു അനദർ ആൻഡ് കൗണ്ട് ദ occurrence ഓഫ് ഈച്ച് വേർഡ്സ് ഇൻ ദി മെർജ്ഡ് ഫയൽ. അപ്പം ഒരു ഫയൽ, രണ്ട് ഫയല് അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അത് രണ്ടിന്റെ വാല്യൂ മെർജ് ചെയ്ത് മൂന്നാമത്തെ ഫയലിലോട്ട് ആക്കണം. എന്നിട്ട് മൂന്നാമത്തെ ഫയലിൽ ഓരോ വേർഡ് എത്ര വട്ടം ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഈ കോഡിന്റെ ഇവിടാണ് കോഡ് കിടക്കുന്നത്. ഈ കോഡിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ആവുന്നത് ഇവിടാണ്, മെർജ് ഫയലിൽ. അപ്പം മെർജ് ഫയൽ എന്നുള്ള ഫംഗ്ഷൻ കോൾ ആവും. കോൾ ആവുമ്പം നമ്മൾ ഇങ്ങോട്ട് വരും, ഇവിടുന്ന് പിന്നെ ഫസ്റ്റ് ലൈനിലോട്ട് വരും. അപ്പം ആദ്യത്തെ സെക്ഷൻ പറയാൻ ഇത്രയും സെക്ഷൻ, ഈ ഒരു സെക്ഷൻ ആദ്യത്തെ കേസ് ഹാൻഡിൽ ചെയ്യും, എന്ന് വെച്ചാൽ മെർജ് ചെയ്യുന്ന കേസ്, രണ്ട് ഫയലുകൾ. അപ്പം നമ്മൾ രണ്ട് ഫയലുകൾ ഓപ്പൺ ചെയ്തു. എഫ് എന്ന് പറയുന്നത് ആദ്യത്തെ എ ഡോട്ട് ടെക്സ്റ്റ് എന്നുള്ള ഫയലിന് റീഡ് മോഡ് ഓപ്പൺ ചെയ്തു. F1 എന്ന് പറയുന്നത് ബി എന്നുള്ള ഫയലിന് റീഡ് മോഡ് ഓപ്പൺ ചെയ്തു. നമ്മൾ പുതിയൊരു ഫയലും കൂടെ ക്രിയേറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യും. അതാണ് ഇത് c.txt റൈറ്റ് മോഡിൽ. എന്നിട്ട് ഈ എഫിന്റെ കണ്ടന്റ് എടുത്ത് ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തു. F1ന്റെ അടുത്ത രണ്ടാമത്തെ ഫയലിന്റെ എടുത്തിട്ട് ആറിൽ സ്റ്റോർ ചെയ്തു. F2ലേക്ക് എന്ത് ചെയ്തു? റൈറ്റ് ചെയ്തു. എസ് പ്ലസ് സ്ലാഷ് ആൻഡ് നെക്സ്റ്റ് ലൈനിന് വേണ്ടി പ്ലസ് ആർ. ആദ്യത്തെ ബുക്കിന്റെ കണ്ടന്റ് പ്ലസ് രണ്ടാമത്തെ ബുക്കിന്റെ കണ്ടന്റ്, നടുക്കൊരു നെക്സ്റ്റ് ലൈനും കൊടുത്ത്. അപ്പോഴത്തേക്ക് മെർജായി. പിന്നെ മൂന്ന് ഫയൽസും ക്ലോസ് ചെയ്യാം. അപ്പം ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ക്രിയേറ്റ് ആയ പുതിയ ഫയലിനകത്ത് ഓരോ വേർഡ്സിന്റെ ഒക്കറൻസ് എത്ര വട്ടം ഒരു വേർഡ് ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്യണം. അതിനുവേണ്ടി ആ മൂന്നാമത്തെ ഫയൽ ആദ്യമേ നമ്മൾ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യുന്നു. അതിന്റെ ഡേറ്റ നമ്മൾ റീഡ് ചെയ്ത് വെക്കുന്നു. കൂടെ ഒരു ഡിക്ഷണറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ എടുത്തു വെച്ചേക്കുന്ന ഡേറ്റയിൽ ഇതെല്ലാം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും സ്പേസ് അനുസരിച്ച്. എന്നിട്ട് അതൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതാണ് W. എന്നിട്ട് ആ വേർഡ്സ് എത്രയെങ്കിലും പ്രിന്റ് ചെയ്ത് കാണിച്ചു. ഇനി എന്താന്ന് വെച്ചാൽ ഈ Wയിൽ ഉള്ള ഓരോ വേർഡും എടുത്ത് ചെക്ക് ചെയ്യും. അതിനുവേണ്ടി ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യും. ഫോർ വേർഡ്സ് ഇൻ W. Wയിൽ ഓരോ വേർഡിന്റെ അടുത്ത് വേർഡിൽ വെച്ച് ഇഫ് വേർഡ് ഇൻ ഡിക്ഷണറി, ഈ ഡിക്ഷണറി ഇപ്പം ഡിക്ലെയർ ചെയ്തപ്പം ബ്ലാങ്കാ, അതിനകത്തൊന്നുമില്ല. ഇഫ് സപ്പോസ് ഇവിടെ ഒരു വേർഡ് വരുന്നു, ഹായ് ഈസ് ഇൻ ഡിക്ഷണറി ആണോ? എം ഡി ആണ്, സ്റ്റാർട്ടിങ്ങിൽ എം ഡി ആയതുകൊണ്ട് എൽസ് പാർട്ടിൽ പോയിട്ട് ഡിക്ഷണറിയിലേക്ക് ആ ഹായ് എന്നുള്ള വേർഡ് ഇൻസേർട്ട് ആവും ആസ് എ കീ. അതിന്റെ വാല്യൂ 1 ആയിട്ട് സ്റ്റോർ ആവും, എന്ന് വെച്ചാൽ കീ വാല്യൂ പെയർ ആയിട്ട് സ്റ്റോർ ചെയ്യും. ഇപ്പം അടുത്ത ഈ ഫയലിൽ കിടക്കുന്ന രണ്ടാമത്തെ വേർഡ് ഒരു ഹലോ ആണ്. അപ്പൊ ഹലോ ഈ ഡിക്ഷണറിയിൽ ഇല്ല, കാരണം ഫസ്റ്റ് ആയിട്ട് കയറിക്കുന്ന ഹായ്. അപ്പൊ ഹലോ ചെല്ലും, ഹലോ ഇതിനകത്ത് ഇല്ല, എൽസ് പാർട്ടി പോയി ഹലോ ഇൻസേർട്ട് ആവും, കീ വാല്യൂ ആയിട്ട് ഒക്കറൻസ് 1 ആയി. അപ്പൊ മൂന്നാമത്തെ വേർഡ് ഇതിൽ കിടക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ ഒരു ഹായ് ആണ്. അപ്പൊ ഈ വേർഡ് ഇവിടെ വരും, ഹായ് ഇൻ ഡിക്ഷണറി, യെസ്, ആ ഹായ് ഓൾറെഡി ഉണ്ട്. അപ്പം അതിന്റെ ഒക്കറൻസ് ഒരു പ്ലസ് ഇവിടെ ഉണ്ട്, പ്ലസ് ഈക്വൽ 1. ഇപ്പൊ നേരത്തെ ഓൾറെഡി ഉണ്ടായിരുന്നുണ്ട്, ഒന്നും കൂടെ ആഡ് ചെയ്തിട്ട് ഹായുടെ ഒക്കറൻസ് ഇപ്പൊ 2 ആയി. അങ്ങനെ ഈ ഫംഗ്ഷൻ ഇങ്ങനെ വർക്ക് ചെയ്ത് വേർഡിന് ഡബ്ല്യൂനകത്തുള്ള എല്ലാ വേർഡ്സും തീരുമ്പോൾ വന്ന് ഡിക്ഷണറിയിൽ നിന്ന് പ്രിന്റ് ചെയ്യും. ഇപ്പൊ ഡിക്ഷണറി പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്ക് കീ വാല്യൂ സെറ്റിലായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഇപ്പം ഹായ്, ഹൈഡ് ഓക്കറൻസ് 2, ഹലോ, ഹലോഡ് ഓക്കറൻസ് 1. അങ്ങനെ ആ ഫയലിനകത്ത് ഉണ്ടായിരുന്ന സി എന്നുള്ള ഫയലിനകത്തുള്ള ഏതൊക്കെ വേർഡ്സ് ഉണ്ടോ അത് അത്രയും ഇങ്ങനെ പ്രിന്റ് ചെയ്ത് തരും. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് നോക്കാം. കണ്ട, ഇതായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന വേർഡ്സ്. നമ്മളിത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് പ്രിന്റ് ചെയ്യുന്നതാണ്. അതെന്ന് വെച്ചാൽ ഇവിടെ പ്രിന്റ് ചെയ്യും. പ്രിന്റ് ഡബ്ല്യൂടെ ആണ് ഇവിടെ വന്ന് കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കണ്ടോ, ഹായ്, ഹായുടെ ഓക്കറൻസ് 2, ഹലോയുടെ ഓക്കറൻസ് 1, അതേമാതിരി മഞ്ജു 1, ഹൗ 2 ഉണ്ട്, ആർ 1, യു 1, നീന, ബാക്കി എല്ലാം ഓരോന്നോരോന്നാണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ കോഡിന്റെ വർക്കിംഗ്.